പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ നോയമ്പിൻ്റെ പാതി വഴി കടന്നു കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ പീഡാസനത്തെ പറ്റിയൊക്കെ വളരെയധികം ധ്യാനിക്കണം. നമുക്ക് കിട്ടുന്ന ഇനിയുള്ള സമയങ്ങൾ നമുക്ക് അതിനായിട്ട് മാറ്റിവെക്കണം. ഈശോയുടെ കരുണയിൽ നമുക്ക് ആശ്രയിച്ച് ഈശോയുടെ തിരുക്കുരിശിൻ്റെ സംരക്ഷണം നമുക്ക് യാചിച്ചുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്ന യെശയ്യാ 4-ാം അധ്യായത്തിൽ, കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലനിൽക്കും. പകൽ അത് തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. കർത്താവിൻ്റെ മഹത്വം ദർശിക്കാൻ ഈസ്റ്റർ ആകുമ്പോൾ നമുക്കൊരു വലിയ മഹത്വം നമ്മൾ ദർശിക്കുകയാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ. ഇപ്പോൾ ഞാനായിരിക്കുന്ന ഈ കുരിശിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ 13-ാം സ്ഥലം പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുല രഹസ്യത്തിൻ്റെ ഒരു രഹസ്യം കൂടിയാണ്. അമ്മയുടെ മടിയിൽ ഇതാ ഈശോയുടെ ചേതനയേറ്റ ശരീരം കിടക്കുകയാണ്. നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. സഹോദരങ്ങളെ, വളരെയധികം ശക്തകരമായ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായത് ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു 20 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൻ അന്ന് വളരെ ചെറുതായിരുന്നു. ഇപ്പോൾ മോൻ കല്യാണമൊക്കെ കഴിച്ചു. അവന് വളരെ ചെറുപ്പത്തിൽ അവന് ഞങ്ങൾ കാനഡയിലാണ് ജീവിക്കുന്നത്. USA എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ വീട്ടിൽ വെക്കേഷൻ പോയപ്പോൾ അവിടെ വെച്ച് അവൻ സൈക്കിളിൽ നിന്ന് വീഴുകയും, അവിടെ നമുക്ക് കാനഡയിലായിരിക്കുന്നവർക്ക് USA ട്രീറ്റ്മെൻ്റ് ഒന്നും സാധിക്കുകയില്ലെങ്കിൽ അവിടെ എമർജൻസി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ കസിൻസൊക്കെ തന്നെ നേഴ്സസൊക്കെ ഉണ്ടായിരുന്നു. അവർ കണ്ടിട്ടിത് കാര്യമായിട്ട് കൈ ഒടിഞ്ഞല്ലോ, ഈ കൈക്ക് വലിയൊരു സർജറി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊച്ചിനെ കാനഡയിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു. എനിക്കത് കേട്ടപ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന വിഷമം അറിയാമല്ലോ. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു തിരുസ്വരൂപത്തിൻ്റെ വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഒത്തിരി ജപമാല ചൊല്ലി കണ്ണീരോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം കിട്ടുകയും പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെയും സർജറിക്കായി കാനഡയിലേക്ക് കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ ആശുപത്രിയിൽ പോകുന്ന വഴിയെല്ലാം ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്ത് സർജറിക്ക് അവിടെ കടക്കേണ്ടി വരും എന്നൊക്കെ ഓർത്താണ് പോകുന്നത്. ആ അവസ്ഥ എനിക്കിപ്പോൾ ഓർക്കാൻ മേല. പക്ഷേ സഹോദരങ്ങളെ, അത്ഭുതകരമായ കർത്താവിൻ്റെ മഹത്വം ദർശിച്ചു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തപ്പോൾ അവർ ഏത് കൈയാണ് പൊട്ടിയത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതെന്നും പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ കൈ നിർത്തി വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ഒരു സർജറിയും വേണ്ട, കൈയുടെ എല്ലുകൾ യോജിച്ചിരിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം സഹോദരങ്ങളെ. ഇപ്പോൾ നീറുന്ന പ്രശ്നത്തിന് മുന്നിലാണോ? ഇതാ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അത്ഭുതകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ കർത്താവിൻ്റെ കരുണ നിങ്ങൾ ദർശിക്കും. അങ്ങനെ കുഞ്ഞിനെ ഒരു ചെറിയ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിടുകയാണ് ചെയ്തത്. അവനും ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്, ആ എക്സ്റേ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. സഹോദരങ്ങളെ, അത്രയും അത്ഭുതമാണ്. അത് USA നിന്ന് കൊണ്ടുവന്ന എക്സ്റേയും ഇവിടെ കാനഡയിലെടുത്ത ആ എക്സ്റേയിലൂടെ കിട്ടിയ ആ ഒരു ഹീലിംഗ്, അതിൽ നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അത് എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. നമുക്ക് സ്തുതിച്ച് നന്ദി പറയാം. ഇപ്പോൾ ആരെങ്കിലും വിജാതീയരായിട്ടുള്ള ഈശോ അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, വിശ്വസിക്കുവിൻ. യേശു ക്രിസ്തു മാത്രം ഒരൊറ്റ ദൈവം. യേശു ക്രിസ്തു ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു, പരിശുദ്ധ അമ്മ ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.